ഇതല്ലേ. ഫസ്റ്റ് ഫിലിമും ഇതും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസാ ഫീൽ ചെയ്ത ടോട്ടൽ വർക്കിംഗ് സ്റ്റൈൽ? അത് കഥയും കഥാപാത്രവും ഡിഫറെന്റ് ആണെന്നൊരു തമാശയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഞാൻ അതല്ല പറയാൻ പോണത്. അല്ലാണ്ടുള്ള ഡിഫറൻസ് ഒന്നില്ല വാസ് ലൈക്ക് എനിക്ക് അറിയുന്ന കുറെ ആൾക്കാർ. ഇപ്പൊ ലാലുവായിട്ടാണെങ്കിൽ എനിക്ക് ആദ്യം തൊട്ടേ ഫാമിലി ആയിട്ട് അറിയണമായിരുന്നു. രഞ്ജിത്ത് ഞാൻ അപ്പം കാണണോ അപ്പം അങ്ങനെ അവിടെ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് രഞ്ജിത്ത് സാർ നിന്നിട്ടുള്ളത്. അത്രയും എന്താ പറയാ, വാസ് ഓൾവേസ് ദയർ. അത്രയും കംഫർട്ട്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അർജുന സാക്ഷിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഞാൻ ലാൽവാട്ടിനെ വിളിച്ച് പറഞ്ഞു, ഇവിടെ എന്നെ എല്ലാവരും ഭയങ്കര റെസ്പെക്ട് ചെയ്യണു. എൽസമ്മേന്റെ ലൊക്കേഷൻ പോലെ അല്ല. എൽസമ്മയിൽ എനിക്ക് മൈക്കിലൂടെ കയറി ചീത്ത കേൾക്കാറില്ല. ഇവിടെ ലൈക്ക് ടിപ്പിക്കൽ ആക്ട്രസോ പറയൂ മാഡം അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു. അവിടെ എനിക്ക് ഒരു എന്താ പറയാ, അവിടെ ഞാൻ പഠിക്കുന്ന ഒരു കുട്ടി അത്രേ ഉള്ളൂ. ഇവിടെ നേരെ കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോൾ ലാലേട്ടനെ പറയുന്നത് എനിക്കത് തീരെ ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. രഞ്ജിത്ത് സാർ എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ഒക്കെ ചെയ്യുന്നത്. ലാലേട്ടൻ എന്നാൽ നല്ല മൈക്കിലൂടെ എല്ലാവരും ഇത് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാറ്. സോ ഐ തിങ്ക് അതായിരുന്നു ഏറ്റവും വലിയ ഡിഫറൻസ്. നന്നായിട്ടുണ്ട്.